2015 APMT question paper ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഡോ പാരസൈറ്റ് ഓഫ് ഹ്യൂമൻ ഡസ് ഷോ വിവി പാരിറ്റി? വിവി പാരിറ്റി കാണിക്കുന്ന എൻഡോ പാരസൈറ്റ് ഇവിടെ ട്രിച്ചിനെല്ല സ്പൈറാലിസ് ആണ്. അതൊരു നെമാറ്റോഡാണ്. നമ്മൾ പോർക്ക് വേം എന്ന് പറയും. അതായത് പോർക്കിൻ്റെ മീറ്റ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ കയറുന്നൊരു വേമാണ് ഈ പറയുന്ന ട്രിച്ചിനെല്ല സ്പൈറാലിസ് എന്ന് പറയുന്നത്. ഈ വേമിൽ ശരിക്കും കോപ്പുലേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലിയാണ് നടക്കുക. ഇൻറ്റേർണലി ഫെർട്ടിലൈസേഷൻ നടന്ന ലാർവേനെയാണ് അത് ഡെലിവർ ചെയ്യുന്നത്. അതിനാണ് വിവി പാരിറ്റി എന്നവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ് ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ് ഇൻ വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ ക്യാൻ ബി റെഫേർഡ് ടു ആസ്. ക്രയോ പ്രിസർവേഷൻ, ഗ്യാമീറ്റിനെ ക്രയോ പ്രിസർവേഷൻ വഴി സ്റ്റോർ ചെയ്യുന്നതിന് എന്താ പറയുന്നതെന്ന്? അഡ്വാൻസ്ഡ് എക്സിറ്റു കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ഹിയർ. അതായത് എക്സിറ്റു കൺസർവേഷൻ, നമ്മൾ അതിൻ്റെ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്തെടുത്ത് ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാമീറ്റ്സ്, പല ഓർഗാനിസത്തിൻ്റെ ഗ്യാമീറ്റ്സ്, ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഗ്യാമീറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെയാണ് ഇവിടെ ക്രയോ പ്രിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രയോ പ്രിസർവേഷൻ നടക്കുന്നത് -196 ഡിഗ്രി സെൽഷ്യസിലാണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ following matches is correct? Alternaria, it is an example for deuteromycetes, and there is no sexual reproduction. Sexual reproduction is absent in the deuteromycetes. This is correct option. Next one, mucor reproduction by conjugation. Mucor correct ആണ്. mucor reproduction conjugation വഴി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ conjugation fungus എന്നും പറയാറുണ്ട്. ഫൈക്കോമൈസിറ്റ്സിൽ വരുന്നതാണ് mucor, and it comes under ascomycetes. ascomycetes അല്ല, ഫൈക്കോമൈസിറ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, agaricus പാരസൈറ്റിക് ഫംഗസ് അവിടെ കൊടുത്തിട്ടുള്ളത്. പാരസൈറ്റിക് അല്ല, സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്. ബസിഡിയോമൈസിസ് കറക്റ്റ് ആണ്. സോ ഹിയർ ദിസ് ഈസ് ഓൾസോ റോങ്. ദെൻ ഫൈറ്റോഫ്തോറ, ദ അസെപ്റ്റേറ്റ് മൈസീലിയം, ബസിഡിയോമൈസിസ്. ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഒരു ഫൈക്കോമൈസിസ് ആണ്. അസെപ്റ്റേറ്റ് മൈസീലിയം കറക്റ്റ് ആണ്, പക്ഷേ അത് ഫൈക്കോമൈസിസ് ആണ്, ബസിഡിയോമൈസിസ് അല്ല. സോ ദിസ് ഈസ് ഓൾസോ റോങ്. ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, മിനറൽ നോട്ട് ടു ബി റിക്വയർഡ് ഇൻ ലാർജ് എമൗണ്ട് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ഇൻക്ലൂഡ്. മൈക്രോ ന്യൂട്രിയൻസ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, സൾഫർ, കാൽഷ്യം. ഇവിടെ നോക്കിക്കേ, അയണും സിങ്കും മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതുപോലെ തന്നെ സെലീനിയം, ബോറോൺ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതേപോലെ തന്നെ മാംഗനീസ്, കോപ്പർ, ദീസ് ആർ മൈക്രോ ന്യൂട്രിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഹാൻസസ് ഓർ ഇൻഡ്യൂസസ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ്? പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ഫ്യൂഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് 20 to 40% ഓഫ് പോളി ഇഥൈൽ ഗ്ലൈക്കോളും സോഡിയം നൈട്രേറ്റും കാൽഷ്യം ബൈവാലൻ കാറ്റയോണും അതുപോലെ പോളിവിനൈൽ ആൽക്കഹോൾ, ഇതൊക്കെയാണ് പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ഫ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് പോളി ഇഥൈൽ ഗ്ലൈക്കോൾ ആൻഡ് സോഡിയം നൈട്രേറ്റ്. Polyethylene glycol and sodium nitrate. Next question, 51. Which of these is not an important component of initiation of parturition in human? Humanle child birth le take part cheyathadu. Synthesis of prostaglandin, release. Prostaglandin is a hormone which will help in contraction of the cervical region and uterus. Release of oxytocin correct, and release of prolactin that is used for the development of mammary gland and development of the milk. അപ്പോൾ ഇതാണ് പാർട്ടുറേഷനെ ഹെൽപ്പ് ചെയ്യുന്നില്ലാത്തത്. ഇൻക്രീസ് ഇൻ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ റേഷ്യോ. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ, ഈസ്ട്രോജൻ കൂടുന്നതനുസരിച്ച് പാർട്ടുറേഷനിൽ അതിനൊരു പങ്കുണ്ട്. ഈസ്ട്രോജൻ കൂടും, പ്രൊജസ്ട്രോൺ കുറയും. അതാണ് ഇൻക്രീസ് ഇൻ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നതാണ്. അപ്പോൾ നടക്കാത്തത് റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗാമീറ്റോഫൈറ്റ് ഈസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഫ്രീ ലിവിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് കണ്ടീഷൻ. ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് കണ്ടീഷനിൽ ഗാമീറ്റോഫൈറ്റിനെ കാണാത്ത ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും മാത്രമാണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് പൈനസ്. മർക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ്, ടെറിഡോഫൈറ്റ് ആണ്, ഫ്യൂനേറിയ ഈസ് ഓൾസോ ബ്രയോഫൈറ്റ്. അപ്പോൾ പൈനസ് ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് അല്ലാത്ത ഡിസീസ് ഏതാണ്? എൻസെഫാലിറ്റിസ്. എൻസെഫാലിറ്റിസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡർ കൊണ്ട് വരുന്നതാണ് എൻസെഫാലിറ്റിസ് കേട്ടോ. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ട്രൈക്കോമോണിയാസിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സിഫിലിസും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീവ്സ് ബിക്കം മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ഇൻ. ലീവ്സ് സ്പൈനായിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത് ഒപ്പൻഷ്യലാണ്. ഫില്ലോക്ലാഡ് എന്ന് പറയും നമ്മൾ. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ, സ്റ്റെമ്മും ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത് നമ്മൾ ഫില്ലോക്ലാഡ് എന്നാണ് പറയാം കേട്ടോ.
പിയുടെ കേസിലാണെങ്കിൽ ലീവ്സ് മോഡിഫൈ ചെയ്തിട്ട് ടെൻഡ്രിൽസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഓണിയൻ്റെ കേസിൽ ലീവ്സ് ഫ്ലഷി ആൻഡ് ഫോർ ദ സ്റ്റോറേജ് ഇറ്റ് ഹാസ് ബീൻ മോഡിഫൈഡ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഗീവ് ദ മോസ്റ്റ് വാലിഡ് ആൻഡ് റീസൺ എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റൊമേറ്റൽ മൂവ്മെൻറ്റ്? സ്റ്റൊമേറ്റൽ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാഷ്യം ഇൻഫ്ലക്സ് ആൻഡ് എഫ്ലക്സ് ആണ്. പൊട്ടാഷ്യം ഇൻടേക്ക് ആൻഡ് എക്സിറ്റ്, ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ സ്റ്റൊമേറ്റൽ മൂവ്മെൻറ്റ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാഡ് ദ സ്മോളസ്റ്റ് ബ്രെയിൻ കപ്പാസിറ്റി? ഹോമോ സാപ്പിയൻസിന് 1350 cc ആണ്. Homo neanderthalensis 1400 cc, Homo habilis 650 to 800, Homo erectus 900 cc. So here the correct option is Homo habilis 650 to 800 cc. Next question, high value of BOD or biochemical oxygen demand indicate that. High value of BOD indicate ചെയ്യുന്ന അതിനകത്ത് ഒരുപാട് സീവേജ് പൊല്യൂട്ടൻ്റ് അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് ഉണ്ട് എന്നാണ്. സോ ദ വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ് എന്ന് പറയാം. വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ ദ പോർട്ടബിലിറ്റി ഓഫ് വാട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ചെക്ക് ചെയ്യുന്നത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ വാട്ടർ ഇംപ്യൂർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് തിയറി ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ആസ്. സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് തിയറി നമ്മളെ മസിലിൻ്റെ കൺട്രാക്ഷനിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ഡു നോട്ട് ഷോർട്ടൻ ബട്ട് റാദർ സ്ലൈഡ് പാസസ് ഈച്ച് അതർ. ആക്റ്റിനും മയോസിൻ്റെ ലെങ്ത് ഒന്നും കുറയുന്നില്ല, പക്ഷേ അവിടെ ഐ ബാൻഡിൻ്റെയും അതേപോലെ തന്നെ സാർക്കോമിയറിൻ്റെയും ലെങ്ത് കുറയുന്നുണ്ട്. അത് ആക്റ്റിൻ്റെയും മയോസിൻ്റെയും ലെങ്ത് കുറയുന്നതുകൊണ്ടല്ല, ആക്റ്റിൻ മയോസിൻ്റെ മേലെ സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് നടത്തുന്നതുകൊണ്ടാണ്. സോ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ് ഡു നോട്ട് ഷോർട്ടൻ ബട്ട് റാദർ സ്ലൈഡ് പാസ് ഈച്ച് അതർ. ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, എ ജിംനാസ്റ്റ് ഈസ് ഏബിൾ ടു ബാലൻസ് ഹിസ് ബോഡി അപ്സൈഡ് ഡൗൺ ഈവൻ ഇൻ ദ ടോട്ടൽ ഡാർക്ക്നെസ് ബിക്കോസ് ഓഫ്. ഒരു ആളുടെ ബോഡി ബാലൻസ് ചെയ്യുന്നതിൽ ഇയർ ടേക്ക് പാർട്ട് ചെയ്യുന്ന അതിൻ്റെ vestibular region ആണ്. So here vestibular apparatus of the inner ear that will help in maintaining the posture of the body. Next one, a man with blood group A marries a woman with blood group B. What are all the possible blood group of their offspring? ഇവിടെ ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഹെട്രോസൈഗസ് കൺസിഡർ ചെയ്യാം. കാരണം ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പോസിബിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഹെട്രോസൈഗസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ I cross with IBI. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ I കണ്ടീഷൻ വരാം, അതുപോലെ തന്നെ IBI കണ്ടീഷൻ വരാം, അതുപോലെ IAIB കണ്ടീഷൻ വരാം, അതുപോലെ സ്മോൾ ഐ കണ്ടീഷൻ വരാം. സോ ഹിയർ ഇൻ ദിസ് കേസ് A blood group will come, B blood group will come, AB blood group and O blood group also will come. So 2 is the second option. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ ഗ്രോത്ത് കർവ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ടിപ്പിക്കൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ എല്ലായ്പ്പോഴും ഒരേപോലെയല്ല ഗ്രോത്ത് നടക്കുന്നത്. അത് ചില സമയത്ത് ഗ്രോത്തിൽ വേരിയേഷൻ കാണിക്കുക, റിട്ടാർഡേഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ ഗീവ് ആൻ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, UN കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ ഇയർ 2011 വാസ് ഹെൽഡ് ഇൻ സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, എ ടെക്നിക് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ ഈസ്. മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സൊമാറ്റിക് സെല്ലിൽ നിന്ന് കംപ്ലീറ്റ് പ്ലാന്റ് ഉണ്ടാകുന്നതിനെയാണ്. സോ ഹിയർ സൊമാറ്റിക് എംബ്രിയോജനസിസ് ഈസ് നത്തിങ് ബട്ട് മൈക്രോ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് വൺ, ഹൗ മെനി പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻ പീ പ്ലാന്റ്സ് വർ സ്റ്റഡീഡ് ബൈ മെൻഡൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ്. 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം സ്റ്റഡി ചെയ്തത്. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലോറൽ ഫോർമുല ഓഫ് എ പർട്ടിക്കുലർ പ്ലാന്റ് ഹാസ് ഗിവൻ. ബൈ ചെക്കിംഗ് ദിസ് വി ഷുഡ് നോ വിച്ച് പ്ലാന്റ് ഷോ ദിസ് ഫ്ലോറൽ ഫോർമുല. ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സ് fused 5, corolla fused 5, andrecium 5 separate, and we can see calyx andrecium is attached to the corolla, that is epipetalous condition, gynoecium superior, gynoecium 2 it is syncarpous condition. This is the characteristic feature of Solanaceae. Solanaceae floral formula ആണ്. ഇവിടെ Solanaceae വരുന്നത് petunia ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the crops engineered for glyphosate are resistant or tolerant to. Glyphosate എന്ന് പറയുന്നത് ഒരു നോൺ സെലക്റ്റീവ് ഹെർബിസൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെർബിസൈഡിന് ടോളറൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, സോ ഹിയർ 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. തെറ്റായിട്ടുള്ളത് ഇതാണ്. ഗോബ്ലെറ്റ് സെൽസ് ആർ പ്രസന്റ് ഇൻ ദ മ്യൂക്കോസ ഓഫ് intestine and secrete mucus. കറക്റ്റ് ആണ്.
Next one, oxyntic cells are present in the mucosa or stomach and secrete HCl. Correct. Next one, acini are present in the pancreas and secrete carboxypeptidase. Correct. Brunner's gland are present in the submucosa of stomach and secrete pepsinogen. Brunner's gland secrete in the mucus and Brunner's gland കാണുന്ന submucosa layer of duodenum region. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. Next question, in sea urchin DNA, which is double stranded, 17% of the bases were shown to be cytosine. The percentage of the other three bases, 17% cytosine ആണെങ്കിൽ 17% guanine ആയിരിക്കും. ബാക്കി എത്രയുണ്ട്? 17 + 17 34 ആയി. ബാക്കി നമുക്ക് 66 ബേസ് പെയർസ് ഉണ്ട്. 66 ബേസ് പെയർസ് ഉണ്ട്. ആ 66 ബേസ് പെയർസിൽ നമുക്ക് എന്താ പറയുക 33 എണ്ണം അഡിനിനും 33 എണ്ണം എന്താണ് തൈമിനും ആയിരിക്കും. 66 ബേസ് പെയർസ് അല്ല കേട്ടോ, 33 ബേസ് പെയർസ്, അതായത് അഡിനിൻ തൈമിൻ 33 എണ്ണം വീതമാണ് ഉണ്ടാവില്ല ഔട്ട് ഓഫ് 100. സോ 33% അഡിനിൻ ആൻഡ് 33% തൈമിൻ ഈസ് ദയർ. സോ ഔട്ട് ഓഫ് 100 ന്യൂക്ലിയോടൈഡ് ആണ് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ 17% ഗ്വാനിൻ ആണെങ്കിൽ 17% സൈറ്റോസിൻ ആയിരിക്കും. അതിനെ തമ്മിൽ കൂട്ടിയിട്ട് ആ കൂട്ടി കിട്ടുന്നത് 100 നിന്ന് മൈനസ് ചെയ്യുക, അതിൻ്റെ പകുതി എടുക്കുക, അത്രയായിരിക്കും എയും ടിയും. So here the correct option is G17, A33, T33. Next one, in BT cotton, BT toxin present in plant tissue as protoxin is converted into active toxin due to alkaline pH of the insect gut. Insectന്റെ ഗട്ടിലുള്ള alkaline pH കൊണ്ടാണ്. Alkaline pH of insect gut will activate this toxin into active toxin. ഈ active toxin വന്നിട്ട് മിഡ് ഗട്ടിലെ എപ്പിത്തീലിയൽ സെൽസിന് തുളയുണ്ടാക്കും, അതായത് അവിടെ പെർഫറേഷൻ നടത്തി അതിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കണ്ടന്റ് എൻ്റർ ചെയ്ത് അത് ബ്രേക്ക് ആയിട്ടാണ് ഈ ഓർഗാനിസം ചത്തുപോകുന്നത്. നെക്സ്റ്റ് വൺ, സൈറ്റോക്രോം. സൈറ്റോക്രോം ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ, സൈറ്റോക്രോം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കാണുന്ന പ്രോട്ടീനാണ്. അത് കാണുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. സോ ഹിയർ ക്രിസ്റ്റ ഓഫ് മൈറ്റോകോൺട്രിയ, ഇന്നർ മെംബ്രെയിനാണ് ക്രിസ്റ്റ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ, റീഡ് ദ ഫോളോയിങ് 5 സ്റ്റേറ്റ്മെന്റ് A to E and select the options with all correct statement. Mosses and lichens are the first organism to colonize a bare rock. അതെ, ലിത്തോസിറേ കണ്ടീഷൻ, അതായത് ഒരു succession start ചെയ്യുമ്പോൾ pioneering species on the rock it will be lichen, then after that it will be mosses. Selaginella is a homosporous pteridophyte. അല്ല, Selaginella is a heterosporous pteridophyte ആണ്. Heterosporous condition is pteridophyte that start the seed habit. Next one, coralloid root in cycas have vesicular arbuscular mycorrhiza. Vesicular arbuscular mycorrhiza, VAM. coralloid root in cycasൽ അനാബീനയാണുള്ളത്, അല്ലാതെ മൈക്കോറൈസൽ അസോസിയേഷൻ അല്ല ഉള്ളത്. വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസയ്ക്ക് എൻഡോമൈക്കോറൈസ എന്ന് പറയാം, അത് പൈനസിലാണ് കാണുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. Next one, main plant body in bryophyte is gametophytic, whereas in pteridophyte it is sporophytic. Correct ആണ്. In gymnosperm, male and female gametophyte are present within the sporangia located in the sporophyte. നമുക്കറിയാം gametophyte അവിടെ dependent on the sporophyte ആണ്, അത് കാണുന്നത് സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ്. So that is also correct. So here the correct option is A, D, E. Second option is correct. Next question. Which one of the following is correct? Serum, blood plus fibrinogen. Serum എന്ന് പറയുന്ന പ്ലാസ്മ മൈനസ് ഫിബ്രിനോജൻ ആണ്. ലിംഫ്, പ്ലാസ്മ പ്ലസ് ആർ ബി പ്ലസ് ഡബ്ല്യു ബി സി അല്ല. ലിംഫ് എന്ന് പറയുന്ന പ്ലാസ്മ പ്ലസ് ഡബ്ല്യു ബി സി ആണ്. ബ്ലഡ്, പ്ലാസ്മ പ്ലസ് ആർ ബി സി പ്ലസ് ഡബ്ല്യു ബി സി. കറക്റ്റ് ആണ്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് മാട്രിക്സ് ആണ് പ്ലാസ്മ, ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്ന ആർ ബി സിയും ഡബ്ല്യു ബി സി ആണ്. പ്ലാസ്മ, ബ്ലഡ് മൈനസ് ലിംഫോസൈറ്റ്. പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡ് മൈനസ് ദിസ് ഫോംഡ് എലമെന്റ്സ് ആണ്. എല്ലാ ഫോംഡ് എലമെന്റ്സും ആബ്സെന്റ് ആയിരിക്കും പ്ലാസ്മയിൽ. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബ്ലഡ്, പ്ലാസ്മ പ്ലസ് ആർ ബി സി പ്ലസ് ഡബ്ല്യു ബി സി. ഇവിടെ ആബ്സെന്റ് ആയിട്ടുള്ള ഒന്നുണ്ട് കേട്ടോ, പ്ലേറ്റ്ലെറ്റ്സും കൂടെ ഉണ്ട്. So here the correct option is this one. Next one, the movement of gene from one linkage group to another is called as translocation. A process എന്ന് പറയുന്ന translocation ആണ്. Next one, which body of government of India regulate GM research and safety of introducing GM organism for public service? Genetic Engineering Approval Committee. Next one, Rachel Carson's famous book Silent Spring is related to. അത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ adverse environmental effect caused by indiscriminate use of pesticide. അതുകൊണ്ട് തന്നെ
പെസ്റ്റിസൈഡ് പൊല്യൂഷനെ പറ്റിയിട്ടുള്ള ബുക്കാണ് ഈ പറയുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്യാസ്ട്രിക് ജ്യൂസ് ഓഫ് ഇൻഫൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന റിനിൻ ഉണ്ട്, അതേപോലെ തന്നെ പെപ്സിനോജൻ ഉണ്ട്, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ പെപ്സിനോജൻ, ലിപ്പേസ് ആൻഡ് റിനിൻ. Next one, which of the following is not one of the prime health risk associated with the greater UV radiation through the atmosphere due to depletion of stratospheric ozone? UV radiation hit ചെയ്യാതെ UV radiation കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന എന്താണ് ഇത് ഡിസീസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡ്യൂസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം, UV radiation വന്നാൽ ഇമ്മ്യൂൺ സിസ്റ്റം റെഡ്യൂസ് ചെയ്യാം. ഡാമേജ് ടു ഐ, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇൻക്രീസ് ലിവർ ക്യാൻസർ will not occur because of UV radiation. So that is the correct option. Increase skin cancer, that is also can happen. Next one, capacitation refers to change in the capacitation എന്ന് പറയുന്നത് സ്പെർമിൻ്റെ ആക്ടിവേഷൻ ആണ് ഇൻസൈഡ് ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് സ്പെർമിൻ്റെ അക്രോസോമിൻ്റെ ആ കവറിങ് പതുക്കെ പൊട്ടിച്ച് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലാണ് നടക്കുന്നത് ബിഫോർ ഫെർട്ടിലൈസേഷൻ. സോ ഹിയർ സ്പെർം ബിഫോർ ഫെർട്ടിലൈസേഷൻ കപ്പാസിറ്റേഷൻ വിൽ ബി occurred. Next one, most animals are tree dwellers in a tree dwellers ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്ത് കാണുന്നത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് കേട്ടോ. സോ ഹിയർ 3 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ട്രൂ ന്യൂക്ലിയസ് ഈസ് ആബ്സെന്റ് ഇൻ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. ഇവിടെ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം വന്നിട്ട് അനാബീനിയാണ്. Okay, next one, glenoid cavity articulate. Glenoid cavity articulate ചെയ്യുന്ന ഹ്യൂമറസ് വിത്ത് സ്കാപ്പുലയാണ്. അതായത് glenoid cavity of the scapula articulate with the head of humerus എന്നാണ്. So here humerus with the scapula, it will be articulated by glenoid cavity. Next one, transmission tissue is a characteristic feature of. Transmission tissue എന്ന് പറയുന്ന pollen tube ഗ്രോ ചെയ്യുന്ന ടിഷ്യൂവിനെ, അതായത് സ്റ്റൈലിൻ്റെ സോളിഡ് സ്റ്റൈലിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. So here solid style is the correct option. DNA is not present in. DNA കാണാത്ത സെൽ ഓർഗനൽ റൈബോസം, മൈറ്റോകോൺട്രിയയിലും ന്യൂക്ലിയസിലും ക്ലോറോപ്ലാസ്റ്റിലും DNA ഉണ്ട്. നെക്സ്റ്റ് വൺ, ജീൻ റെഗുലേഷൻ ഗവേണിംഗ് ദ ലാക് ഓപ്രോൺ ഓഫ് E. coli that involve the lac I gene product is. lac I gene product എന്ന് പറയുന്ന ഒരു റിപ്രസറാണ്. ആ റിപ്രസർ വന്ന ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ലാക് ഓപ്രോണിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ഇൻഡ്യൂസർ വേണം. So here we can see gene regulation governing lactose operode in E. coli that involve the lac I gene product is negative and inducible because repressor protein prevent transcription. Inducible type of operon ആണ് negatively regulated കേട്ടോ. അപ്പോൾ negative one inducible because repressor protein prevent the transcription. That is the correct option. Next one, which of the following does not favor the formation of a large quantity of dilute urine? Dilute urine form ചെയ്യാൻ ഫേവർ ചെയ്യാത്തത് റിനിൻ ആണ്. റിനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ഉണ്ടല്ലോ, അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന റിനിനാണ്. അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ നടന്നിട്ട് മാക്സിമം അബ്സോർപ്ഷൻ നടന്ന് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുക ചെയ്യുക. കഫീൻ, അതായത് നമ്മൾ ഒരുപാട് കോഫി കുടിക്കുമ്പോഴും അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുമ്പോഴും ഒക്കെ ഡയൂറസിസ് കണ്ടീഷൻ ഉണ്ടാവും. അതുപോലെ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ വാസോ ഡയലീഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എന്താ പറയുക ഡയൂറസിസ് ആണ് നടക്കുക, ഒരുപാട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കില്ല. Next one, what causes a green plant exposed to light on only one side to bend towards the source of light as it grows? ഇത് കാണിക്കുന്നത് ഓക്സിൻ്റെ അക്യുമുലേഷൻ ഷെയ്ഡഡ് സൈഡിൽ ഉണ്ടാകുന്നതുകൊണ്ട് അത് ലൈറ്റിൻ്റെ നേരേക്ക് ആ ഷെയ്ഡഡ് റീജിയനിൽ സെൽ എലോങ്ങേഷൻ നടക്കുകയും അല്ലെങ്കിൽ സെല്ലിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുകയും അത് ലൈറ്റിൻ്റെ നേരെ വളരുകയും ചെയ്യുന്നതാണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 3. ഓക്സിൻ അക്യുമുലേറ്റ് ഓൺ ദ ഷെയ്ഡഡ് സൈഡ് സ്റ്റിമുലേറ്റിംഗ് ഗ്രേറ്റർ സെൽ എലോങ്ങേഷൻ ദെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ്. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ന്യൂക്ലിയർ എൻവലപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ പെരി ന്യൂക്ലിയർ സ്പേസ് ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന എന്താ പറയുക റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് മാറുന്നത്. അവിടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാനുള്ള കാരണം ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ സർഫസിലും റൈബോസോംസ് കാണും. ഓക്കെ, നെക്സ്റ്റ് വൺ, സിനാപ്സിസ് അലൈൻ ഹോമോലോഗസ് ക്രോമസോംസ് ഇൻ സൈഗോട്ടൈൻ സ്റ്റേജ്. സിന്തസിസ് ഓഫ് RNA and protein occurs in G2 phase. Action of enzyme recombinase is seen in Pachytene. Centromere do not separate but chromatid moves towards opposite pole in anaphase 1. Centromere സെപ്പറേറ്റ് ആവാതെ രണ്ട് ക്രോമസോം ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്ന ഹോമോലോഗസ് ക്രോമസോമാണ്. അത് അനാഫേസ് 1 സംഭവിക്കുന്നത്. സോ ഹിയർ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്.
Next one, keel is the characteristic feature of flowers of. Keel എന്ന് പറയുന്നത് ലെഗ്യുമിനേഷ്യ ഫാമിലിയിലാണ് അത് കാണുന്നത്. കീൽ എന്ന് പറയുന്ന ഏറ്റവും ഉള്ളിലുള്ള പെറ്റലാണ്, ദറ്റ് ഈസ് അറ്റാച്ച്ഡ് പെറ്റൽ. അതിന് ഇൻഡിഗോ ഫെറ, അതായത് ലെഗ്യുമിനേഷ്യ ഫാമിലിയിൽ വരുന്നത് ഇവിടെ ഇൻഡിഗോ ഫെറയാണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. പെരിഗൈനസ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ, നമുക്കറിയാം പെരിഗൈനസ് ഫ്ലവേഴ്സ് കാണുന്ന റോസ്, പ്ലം, പീച്ച് അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ റോസ്, വേർ ദ പെരിഗൈനസ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട്. നെക്സ്റ്റ് വൺ, എ കെമിക്കൽ സിഗ്നൽ ദാറ്റ് ഹാസ് ബോത്ത് എൻഡോക്രൈൻ ആൻഡ് ന്യൂറൽ റോൾ ഈസ്. എൻഡോക്രൈൻ ഫംഗ്ഷനും ന്യൂറൽ ഫംഗ്ഷനും ഉള്ളത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ സെക്രീഷനായ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഇതിനൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോത്ത് പെയർസ് ഹാവ് കറക്റ്റ് കോമ്പിനേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ക്രയോ പ്രിസർവേഷൻ തെറ്റാണത്. ഇൻസിറ്റു കൺസർവേഷൻ സീഡ് ബാങ്ക് തെറ്റാണ്. ഇൻസിറ്റു കൺസർവേഷൻ ടിഷ്യൂ കൾച്ചർ തെറ്റാണ്. ഇൻസിറ്റു കൺസർവേഷൻ നാഷണൽ പാർക്ക്, എക്സിറ്റു കൺസർവേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. ദിസ് ഈസ് കറക്റ്റ്. Next one, HIV that cause AIDS first starts destroying. First HIV destroy ചെയ്യുന്നത് TH സെൽസിനെയാണ്, അതായത് ഹെൽപ്പർ T cells. Next one, hysterectomy is surgical removal of. hysterectomy എന്ന് പറയുന്നത് യൂട്രസിൻ്റെ റിമൂവലിനെയാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നതിന് പ്രോസ്റ്റാറ്റക്ടമി എന്നാണ് പറയുക. വാസ് ഡിഫറൻസ് റിമൂവ് ചെയ്യുന്നതിന് വാസെക്ടമി എന്നും മാമറി ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നതിന് മാസ്റ്റെക്ടമിയും എന്നാണ് പറയുക. നെക്സ്റ്റ് വൺ, റിമൂവൽ ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഫ്രം ദ നെഫ്രോൺ വിൽ റിസൾട്ട് ഇൻ. മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നാണ്, അതായത് 70 to 80% വാട്ടറും ഗ്ലൂക്കോസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ നിന്നാണ്. അത് മുറിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഅബ്സോർപ്ഷൻ കുറയും, അതുപോലെ യൂറിൻ ഉണ്ടാവുന്ന വളരെ ഡൈല്യൂട്ടായി പോവുകയും ചെയ്യും. സോ ഹിയർ മോർ ഡൈല്യൂട്ടഡ് യൂറിൻ വിൽ ബി പ്രൊഡ്യൂസ്. നെക്സ്റ്റ് വൺ, എ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മോണോകോട്ട് റൂട്ട് ഈസ് ദ പ്രസൻസ് ഓഫ്. മോണോകോട്ട് റൂട്ടിൻ്റെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ വിത്തൗട്ട് ക്യാമ്പിയം അല്ലെങ്കിൽ വാസ്കുലേച്ചർ without cambium. Closed vascular tissue will be present in the monocotyledonous root. That is correct option. Next question, which of the following characteristic is mainly responsible for diversification of insect on land? ലാൻഡിൽ ഈ ഇൻസെക്റ്റിൻ്റെ ഇങ്ങനത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവാനുള്ള കാരണം അതിൻ്റെ എക്സോസ്കെലിറ്റൻ തന്നെയാണ്. കാരണം അവർക്ക് എന്താ പറയുക, ലാൻഡിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ബോഡി ഡ്രൈ ആയി പോവാതെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ എക്സോസ്കെലിറ്റൻ ആണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ഡ്യൂറിങ് ഗാമറ്റോജെനസിസ് ഇസ് നോർമലി ഡിപ്ലോയിഡ്. സ്പെർമാറ്റിഡ് ഒരു ഹാപ്ലോയിഡ് ആണ്, സ്പെർമാറ്റോഗോണിയ ഡിപ്ലോയിഡ് ആണ്, സെക്കൻഡറി പോളാർ ബോഡി ഹാപ്ലോയിഡ് ആണ്, പ്രൈമറി പോളാർ ബോഡി ഹാപ്ലോയിഡ് ആണ്. നെക്സ്റ്റ് വൺ, ദ സ്ട്രക്ചർ ദാറ്റ് ആർ ഫോംഡ് ബൈ സ്റ്റാക്കിംഗ് ഓഫ് ഓർഗനൈസ്ഡ് ഫ്ലാറ്റൻ മെംബ്രെയിനസ് സാക്ക് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ആർ ഗ്രാന. അതായത് തൈലക്കോയിഡ് മെംബ്രെയിൻ ഒരു സ്റ്റാക്ക് ഓഫ് കോയിനിലേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നതിന് നമ്മൾ ഗ്രാന എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രോമസോം ഇൻ വിച്ച് സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് ക്ലോസ് ടു വൺ എൻഡ്. സെൻട്രോമിയർ ഒരു എൻഡിലേക്ക് ക്ലോസ് ആയി കാണുന്നത് എക്രോസെൻട്രിക് ക്രോമസോം ആണ്. ടീലോസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത് അതിൻ്റെ ടിപ്പിലായിരിക്കും ഇരിക്കുന്നത്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ കുറച്ച് സെൻറ്ററിൽ നിന്ന് മാറി കാണുന്നതാണ്. മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത് എക്സാക്റ്റ് സെൻറ്ററിൽ കാണുന്നതാണ്. ഈ മെറ്റാസെൻട്രിക് ഉണ്ടാക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് വി ഷേപ്പ് ആയിരിക്കും, സബ് മെറ്റാസെൻട്രിക് എൽ ഷേപ്പ് ആയിരിക്കും, ടീലോസെൻട്രിക് ഐ ഷേപ്പും എക്രോസെൻട്രിക് ജെ ഷേപ്പ് ക്രോമസോം ആയിരിക്കും ഉണ്ടാക്കുക അനാഫേസ് സ്റ്റേജിൽ. നെക്സ്റ്റ് വൺ, ഇൻ എ റിംഗ് ഗിർഡിൽഡ് പ്ലാന്റ്. ഗിർഡിൽഡ് പ്ലാന്റിൽ ആദ്യം ഡെഡ് ആവുന്നത് പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണ്? ഗിർഡിലിംഗ് എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് വി ആർ ജസ്റ്റ് സീയിങ് ഹൗ the phloem transportation occurs. The nutrient transportation occurs through the phloem. അതിന് വേണ്ടിയിട്ട് സെക്കൻഡറി ഫ്ലോയം വരെ ഉള്ള ആ ബാർക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്രിയൻസ് വന്നിട്ട് നമ്മൾ ഗിർഡിലിംഗ് ചെയ്ത് അവിടെ വരെ വന്ന് അടിഞ്ഞുകൂടും, അത് റൂട്ടിലേക്ക് പോവില്ല. റൂട്ടിലേക്ക് പോകാത്തതുകൊണ്ട് റൂട്ടായിരിക്കും ആദ്യം ഡൈ ആവുന്നത്. സോ ദ റൂട്ട് ഡൈസ് ഫസ്റ്റ്. നെക്സ്റ്റ് വൺ, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്യുപ്പൈങ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ അലീൽസ് ആർ പ്രസൻറ്റ് ഇൻ. മൾട്ടിപ്പിൾ അലീൽസ് ഒരിക്കലും ഒരു ഓർഗാനിസത്തിലല്ല കാണുക, ഒരു പോപ്പുലേഷനിലാണ് കാണുക. മൾട്ടിപ്പിൾ അലീൽസ് ഒരു ജീനിന് ഉണ്ടെങ്കിലും അത് സെയിം ലോക്കസ് ഓഫ് ദ ക്രോമസോമിൽ തന്നെയായിരിക്കും മൾട്ടിപ്പിൾ അലീൽസ് ഇരിക്കുന്നത്. എക്സാമ്പിൾ ഇഫ് യു സി, ഐ ജീനിലാണ് ഈ പറയുന്ന AB ബ്ലഡ് ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യുന്ന അലീൽസ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനകത്ത് A ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീലും അതുപോലെ തന്നെ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത സ്മോൾ ഐ ഉണ്ടെങ്കിൽ അതും ഇരിക്കുന്നത് ആ പർട്ടിക്കുലർ ലോക്കസിലായിരിക്കും. ഇനി വേറൊരാളുടെ B അലീല് അതും ഇതേപോലെ ആ സെയിം ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും. അവിടെ ഓരോ വ്യക്തിയിലുണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഇത് മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അതായത് ഒരു ജീനിൽ 2 കൂടുതൽ അലീൽസ് വരുന്നതിനെയാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. സോ അറ്റ് ദ സെയിം ലോക്കസ് ഓഫ് ദ ക്രോമസോം. നെക്സ്റ്റ് വൺ, ദ മാസ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ
at a trophic level at a particular time is called as the standing crop. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ട്രോഫിക് ലെവലിൽ കാണുന്ന മാസ് ഓഫ് ലിവിങ് മെറ്റീരിയൽ നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ട്രോഫിക് ലെവലിൽ കാണുന്ന ഇനോർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഈസ് നോട്ട് വിവിപാരസ്? വിവിപാരസ് അല്ലാത്ത ഓർഗാനിസം is not viviparous. Elephant, platypus, whale, flying fox or bat. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ പ്ലാറ്റിപ്പസ് ആണ്. പ്ലാറ്റിപ്പസ് ഈസ് ആൻ എഗ് ലേയിങ് മാമൽ ആണ് കേട്ടോ, എഗ് ലേയിങ് മാമൽ. അപ്പോൾ അത് വിവിപാരി കാണിക്കുന്ന ഓർഗാനിസം അല്ല. നെക്സ്റ്റ് വൺ, ഇൻ ആൻ എക്കോസിസ്റ്റം ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഇസ് ടേംഡ് ആസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്തോരം ബയോമാസ് ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസം അതിന് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതിന് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നുമാണ് പറയാം. നെക്സ്റ്റ് വൺ, എറിത്രോപോയിസിസ് സ്റ്റാർട്ട്സ് ഇൻ. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് അത്ര കറക്റ്റ് അല്ല കേട്ടോ. എറിത്രോപോയിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന എംബ്രിയോണിക് യോഗ് സാക്കിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എറിത്രോപോയിസിസ് നടക്കുന്ന ലിവറിലും സ്പ്ലീനിലുമാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻ ദ റെഡ് ബോൺ മാരോ. അപ്പോൾ ഇവിടെ തെറ്റെന്താണെന്ന് വെച്ചാൽ എറിത്രോപോയിസിസ് സ്റ്റാർട്ട്സ് ഇൻ എന്ന് പറയുമ്പോൾ ഇവിടെ യോഗ് സാക്ക് കൊടുത്തിട്ടില്ല, അത് തെറ്റാണ്. ലിവറും സ്പ്ലീനും കൊടുത്തിട്ടുണ്ട്, അതും എന്താ പറയുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏതാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ചില ഇതിനകത്ത് കൊടുത്തേക്കുന്ന റെഡ് ബോൺ മാരോ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ആൻസർ നോക്കിയാൽ ലിവറും സ്പ്ലീനുമാണ് ശരിക്കും ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിനെങ്ങനെ സ്കോർ കൊടുത്തതെന്ന് ഞാൻ മറന്നുപോയി. 2015 നടന്ന എക്സാം ആണല്ലോ, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എംബ്രിയോ സ്റ്റേജിൽ ഫീറ്റസ് സ്റ്റേജിൽ എറിത്രോപോയിസിസ് നടക്കുന്ന ഫസ്റ്റ് യോഗ് സാക്കിലും സെക്കൻഡ് ലിവറിലും സ്പ്ലീനിലും. അത് കഴിഞ്ഞതിന് ശേഷമാണ് റെഡ് ബോൺ മാരോയിൽ, ആഫ്റ്റർ ബർത്താണ് റെഡ് ബോൺ മാരോയിൽ എറിത്രോപോയിസിസ് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ മെക്കാനിസം ഓഫ് ജനറ്റിക് വേരിയേഷൻ ഇൻ ദ പോപ്പുലേഷൻ ഓഫ് സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം? റീകോമ്പിനേഷൻ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ബ്ലഡ് പ്രഷർ ഇൻ ദ മമേലിയൻ അയോട്ട ഈസ് മാക്സിമം ബ്ലഡ് പ്രഷർ അയോട്ടയിൽ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോൾ നടക്കുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയോട്ട പാസ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റോളിക് പ്രഷർ ഉണ്ടാകുന്നത്. ബിക്കോസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇറ്റ്സ് ടിപ്പ് ഈസ് ടേപ്പേർഡ് ടിപ്പ്. നമുക്കിങ്ങനെ കുറച്ച് നീളത്തിൽ കുറച്ച് എന്താ പറയുക നാരോ ആയിട്ടുള്ള ടിപ്പാണ് ഈ പറയുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് കൺട്രാക്ഷൻ ഉണ്ടാക്കും അത്. Next question, when you hold your breath, which of the following gas changes in blood would first lead to the urge to breathe? കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ റൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ബ്രീത്ത് ചെയ്യാൻ തോന്നുന്നത്, അല്ലാതെ ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയുമ്പോഴല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ കണ്ടന്റ് കുറഞ്ഞാലും അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ ഒരു മെക്കാനിസം ഇല്ല. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ഇൻസൈഡ് അവർ ബോഡി. സോ റൈസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് വിൽ ലീഡ് ടു urge in breathing. Next one, vascular bundle in monocotyledons are considered closed because cambium absent ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്നൊക്കെ പറയുന്നത്. മെയിൽ gametes are flagellated in എക്ടോകാർപ്പസിലാണ്, അതായത് ബ്രൗൺ ആൽഗയിൽ മെയിൽ ഗാമീറ്റ് ഫ്ലാജുലേറ്റഡ് ആണ്. അനാബീന എന്ന് പറയുന്നത് സൈനോബാക്ടീരിയയിൽ വരുന്നതാണ്. അത് എന്താ പറയുക നോൺ മോട്ടൈൽ, അതിന് ഫ്ലാജല്ലില്ല. സ്പൈറോഗൈറിൻ നോൺ മോട്ടൈൽ ഗാമീറ്റ്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐസോഗാമറ്റ് വിച്ച് ഈസ് നോൺ മോട്ടൈൽ. അതുപോലെ പോളിസിഫോണിയ റെഡ് ആൽഗയിൽ വരുന്നതാണ്, അത് നോൺ മോട്ടൈൽ കണ്ടീഷൻ കാണിക്കുന്നതാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എക്ടോകാർപ്പസ്. Next question, which one of the following may require pollinators but is genetically similar to autogamy? Geitonogamy ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീറ്റനോഗ്യാമിയിൽ the pollination it occurs in between the two flowers of the same plant. അതാണ് ജീറ്റനോഗ്യാമി. അതുകൊണ്ട് പോളിനേറ്റേഴ്സ് വേണം, പക്ഷേ അത് ജനറ്റിക്കലി സെയിം ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആയിരിക്കും സ്റ്റിഗ്മ റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ജിഞ്ചർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒക്കേഴ്സ് ത്രൂ. ജിഞ്ചറിൽ റൈസോം ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. Which one of the following is not an inclusion body found in prokaryote? ഇതിനകത്ത് പ്രോകാരിയോട്ടിൽ കാണാത്ത ഇൻക്ലൂഷൻ ബോഡി സൈനോഫൈസിയൻ ഗ്രാനുൾസ് ഉണ്ടാവും, ഗ്ലൈക്കോജൻ ഗ്രാനുൾസ് ഉണ്ടാവും. പോളിസോം എന്ന് പറയുന്നത് mRNA ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് എ ചെയിൻ ഓഫ് റൈബോസോംസ് ഒരു mRNAയിൽ അറ്റാച്ച് ചെയ്യുന്നതിന് പോളിസോം അല്ലെങ്കിൽ എർഗോസോം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഇൻക്ലൂഷൻ ബോഡി അല്ലാത്ത. ഫോസ്ഫേറ്റ് ഗ്രാനുൾസും ഇൻക്ലൂഷൻ ബോഡിയാണ്.
Next one, a somatic cell that has just completed the S phase of its cell cycle as compared to gamete of the same species has. ഒരു സൊമാറ്റിക് സെല്ലിൽ അത് എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്തു, സെൽ സൈക്കിൾ എസ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെയിം ഓർഗാനിസത്തിൻ്റെ ഗ്യാമീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ സെല്ലിൽ എത്രമാത്രം DNA ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോം ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് 4 times ഓഫ് ദ എമൗണ്ട് ഓഫ് DNA than the haploid cell. അല്ലേ, അവിടെ സ്പേസ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ സിസ്റ്റർ ക്രോമാറ്റിഡ് സിന്തസൈസ് ചെയ്ത് 2C കോൺസെൻട്രേഷൻ ഓഫ് DNA 4C കോൺസെൻട്രേഷൻ ആയിട്ട് മാറി. ഹാപ്ലോയിഡ് ഗ്യാമീറ്റിനകത്ത് 1N അതുപോലെ തന്നെ 1C കോൺസെൻട്രേഷൻ ഓഫ് DNA ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 2N and 4C കോൺസെൻട്രേഷൻ ഓഫ് DNA will be there. നെക്സ്റ്റ് വൺ, അലീൽസ് ആർ alternate form of a gene എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. So here different molecular forms of a gene is allele. Next one, select the correct matching in the following pairs. Smooth endoplasmic reticulum synthesis of lipid, correct ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫോലിപ്പിഡ്, നോ. So here the correct option is 1. The terga, sterna and pleura of cockroach body are joined by കോക്രോച്ചിൻ്റെ ബോഡി സെഗ്മെന്റ്സ് ജോയിൻ ചെയ്തേക്കുന്നത് ആർത്രോഡിയൽ മെംബ്രെയിൻ വെച്ചിട്ടാണ്. അത് അതിൻ്റെ എക്സോസ്കെലിറ്റനിൽ ഓരോ പീസും ജോയിൻ ചെയ്തേക്കുന്ന ആർത്രോഡിയൽ മെംബ്രെയിൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ കറക്റ്റ് കോമ്പിനേഷൻ വിത്തൗട്ട് എനി എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനും ഇല്ലാതെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? മൗത്ത് വെൻട്രൽ ഗിൽസ് വിത്തൗട്ട് ഒപ്പർക്കുലം സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽ പെർസിസ്റ്റന്റ് നോട്ടോകോഡ്. ഇത് കോൺട്രിക്ടൈസിലാണ് കാണുന്നത്. സോ ദിസ് ഈസ് ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന് ഒരിക്കലും എന്താണ് പറയുക എക്സെപ്ഷൻസ് കാണിക്കാറില്ല. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് ജോസ് ആബ്സെന്റ് integument without scales and paired appendages. It is seen in cyclostomata paired appendages ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. Body covered with feathers, skin moist and glandular, forelimbs form wings, lungs with air sac. Avesനകത്ത് ഈ പറയുന്ന സ്കിന്നിന് ഗ്ലാൻഡുലാർ സ്കിൻ അല്ല, അവർക്ക് ആകെ ഒരു പ്രീൻ ഗ്ലാൻസ് മാത്രമേ ഉള്ളൂ. അത് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്. അതും ചില ബേർഡ്സിനകത്ത് ഇല്ല, അതായത് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സിനകത്തൊന്നും അത് ഇല്ല. നെക്സ്റ്റ് വൺ, മാമറി ഗ്ലാൻഡ്, ഹെയർ ഓൺ ബോഡി, പിന്നെ 2 pairs of limbs. ഇത് മമേലിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പക്ഷെ പിന്നെ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ മോണോട്രീം എന്ന് പറയുന്ന എഗ് ലേയിങ് മാമൽസിൽ ഈ പറയുന്ന പിന്ന ഓഫ് ഇയർ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്. അപ്പോൾ അതും എക്സെപ്ഷൻ ഉള്ളതാണ്. സോ ഹിയർ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? In competitive inhibition, the inhibitor molecule is not chemically changed by the enzyme. Competitive inhibition inhibitor molecule enzyme കൊണ്ട് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അത് കറക്റ്റ് ആണ്. Competitive inhibitor does not affect the rate of breakdown of the enzyme substrate complex. Competitive inhibitor enzyme substrate complexന്റെ ബ്രേക്ക് ഡൗണിന് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, the presence of the competitive inhibitor decreases the Km of the enzyme for the substrate. Competitive inhibitor വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ Km വാല്യൂ കൂടുക ചെയ്യുക, Km വാല്യൂ കുറയുകയല്ല ചെയ്യുന്നത്. Km വാല്യൂ is nothing but Michaelis Menten constant. It show half maximum velocity for that how much substrate concentration is required. Km വാല്യൂ കൂടുന്തോറും സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂടണം. അതായത് ഹാഫ് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ആ മീഡിയത്തിൽ എത്ര സബ്സ്ട്രേറ്റ് ഉണ്ട് അതാണ് അതിന്റെ Km വാല്യൂ എന്ന് പറയുന്നത്. Km വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്താലാണ് എൻസൈമിന്റെ വെലോസിറ്റി ഹാഫ് മാക്സിമം ആവുന്നത്. അല്ലെങ്കിൽ കുറച്ച് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എൻസൈമിന്റെ ഹാഫ് മാക്സിമം വെലോസിറ്റി എത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻസൈമിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ Km വാല്യൂ എപ്പോഴും കുറവായിരിക്കും. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും Km വാല്യൂ കൂടുകയാണ് ചെയ്യുക. അതായത് സബ്സ്ട്രേറ്റ് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്താലാണ് എൻസൈം മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുള്ളൂ. Next one, a competitive inhibitor reacts reversibly with the enzyme to form an enzyme inhibitor complex. Enzyme inhibitor complex ഉണ്ടാകുന്നത് റിവേഴ്സിബിളി ആണ്. അത് എന്താ പറയുക, തിരിച്ച് അതിൽ നിന്ന് വിട്ടു പോരുകയും ചെയ്യാം. അതുകൊണ്ട് അത് കറക്റ്റ് ആണ്. 3 is wrong option. Next one, which of the following region of the brain is incorrectly paired with its function? Cerebellum, language comprehension. Language comprehension അല്ലെങ്കിൽ ബ്രൊക്കാസ ഏരിയ എന്ന് പറയുന്ന സെറിബെല്ലത്തിലല്ല, ഫോർ ബ്രെയിനിലാണ്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. കോർപ്പസ് കൊളോസം, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ കോർട്ടിക്കൽ കറക്റ്റ് ആണ്. സെറിബ്രം, കാൽക്കുലേഷൻ ആൻഡ് കോൺടെംപ്ലേഷൻ അതും കറക്റ്റ് ആണ്. മെഡുല ഒബ്ലോങ്കേറ്റ, ഹോമിയോസ്റ്റാറ്റിക് കൺട്രോൾ അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ,
Which one of the following statement is not true? Pollen grains of some plants cause severe allergies and bronchial affliction in some people. Correct ആണ്. Flowers pollinated by flies and bats secrete foul odor to attract them. Correct. Honey is made by bees by digesting pollen collected from the flowers. അല്ല. Nectar and honey which is collected from the flowers. Okay, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. Pollen grains are rich in nutrients and they are used in the form of tablet and syrup. Correct. Next question, the active form of Entamoeba histolytica feeds on. Entamoeba histolytica അല്ലെങ്കിൽ അമീബ എന്തിൻ്റെ മേലെയാണ് ഫീഡ് ചെയ്യുന്നത്? എറിത്രോസൈറ്റ്സും മ്യൂക്കോസയും സബ് മ്യൂക്കോസ ഓഫ് കൊളോൺ ഇതിലെയൊക്കെയാണ് ഈ പറയുന്ന എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ഡാമേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസസ് ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ് ത്രൂ ദ സെമൻ ഓഫ് ആൻ ഇൻഫെക്റ്റഡ് മെയിൽ? ചിക്കൻ കുനിയ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് മെയിലിൽ നിന്നല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇത് മെയിലിൽ നിന്നാണ് സെമനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. എബോള വൈറസ് സെമനി കൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും സെമനി കൂടെ ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് വൺ, എ പോപ്പുലേഷൻ വിൽ നോട്ട് എക്സിസ്റ്റ് ഇൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലെ പോപ്പുലേഷൻ്റെ സൈസ് വളരെ വലുതായിരിക്കും. അവിടെ റാൻഡം മേറ്റിംഗ് ആണ് നടക്കുന്നത്. മ്യൂട്ടേഷൻ നടക്കില്ല, മൈഗ്രേഷൻ നടക്കില്ല. സോ ഹിയർ ഇൻഡിവിജ്വൽ മെയ്റ്റ് സെലക്റ്റീവ്ലി, അതാണ് തെറ്റായിട്ടുള്ളത്. ദർ ഇസ് നോ മ്യൂട്ടേഷൻ, നോ മൈഗ്രേഷൻ, ദ പോപ്പുലേഷൻ ഈസ് ലാർജ്. അതൊക്കെ ശരിയാണ്. നെക്സ്റ്റ് വൺ, ദ ഗട്ട് ഓഫ് കൗ ആൻഡ് ബഫലോ പോസസ് ആർക്കി ബാക്ടീരിയ മെത്തനോജൻസ് ആണ്. അത് സെല്ലുലോസിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് വൺ, ദ ഹൈലം ഈസ് എ സ്കാർ ഓൺ ദ. ഹൈലം എന്ന് പറയുന്നത് ഒവ്യൂള് പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു ഫ്യൂണിക്കിൾ ഒവ്യൂളിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒവ്യൂൾ വന്നിട്ടാണ് സീഡായിട്ട് മാറുന്നത്. സോ ഹിയർ സീഡ് വേർ ഫ്യൂണിക്കിൾ വാസ് അറ്റാച്ച്ഡ്. ആ മാർക്കിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡറി സക്സഷൻ ടേക്ക് പ്ലേസ്. സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ലിവിങ് ഓർഗാനിസംസ് പ്രസൻ്റ് ആയിരുന്നു. എന്തോ കാരണം കൊണ്ട് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്റ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സെക്കൻഡ് സക്സഷൻ വിച്ച് ഈസ് ഫാസ്റ്റ്, അതിനെ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഓക്കെ, ന്യൂലി ക്രിയേറ്റഡ് പോണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ഉണ്ടാകുന്ന എക്കോസിസ്റ്റമാണ്. ന്യൂലി കൂൾഡ് ലാവ, അതേപോലെ ബെയർ റോക്ക്, ഇതൊക്കെ എന്ന് പറയുന്ന പ്രൈമറി സക്സഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? അഗർ അഗർ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. കറക്റ്റ് ആണ്. Chlorella and spirulina are used as a space food. Correct ആണ്. അത് സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ്. മാനിറ്റോൾ ഈസ് സ്റ്റോർഡ് ഫുഡ് ഇൻ റോഡോഫൈസിയ. മാനിറ്റോൾ എന്ന് പറയുന്നത് സ്റ്റോർഡ് ഫുഡ് ഇൻ ഫിയോഫൈസിയ ആണ്. റോഡോഫൈസിയയുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ആൽജിൻ ആൻഡ് കരാജിനിൻ ആർ പ്രോഡക്റ്റ് ഓഫ് ആൽഗെ. അതും കറക്റ്റ് ആണ്. ആൽജിൻ ഒബ്റ്റെയിൻ ഫ്രം ബ്രൗൺ ആൽഗെ, കരാജിനിൻ ഒബ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗെ. കരാജിനിൽ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് കരാജിനിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ഗ്രാഫ് ഡെപ്പിക്ട് ചേഞ്ച് ഇൻ ടു പോപ്പുലേഷൻ A and B of herbivores in a grassy field. A possible reason for this change in that is that എയും ബിയും ഒരേ ഹാബിറ്റാറ്റിൽ കാണുന്ന ഹെർബിവോർ ആണ്. എയുടെ പോപ്പുലേഷൻ വളരെ കൂടുതലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാസ് ഡിക്ലൈൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പീരീഡ്. അതുപോലെ ബിയുടെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. ഒരു ടൈം പീരീഡിൽ അത് വല്ലാതെ കൂടി. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എയുടെ ഫീഡിങ് ഹാബിറ്റ് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ബിയുടെ ഫീഡിങ് ഹാബിറ്റ് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ദാൻ എ എന്ന് പറഞ്ഞാൽ a population B competed more successfully for food than population A. That is the correct option. Next one, match each disease with its correct type of vaccine. Tuberculosis ne use ചെയ്യുന്ന vaccine എന്ന് പറയുന്നത് harmless bacteria ആണ്. വൂപ്പിംഗ് കഫിന് യൂസ് ചെയ്യുന്ന കിൽഡ് ബാക്ടീരിയനെയാണ്. ഡിഫ്തീരിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനാക്ടിവേറ്റഡ് ടോക്സിനാണ് വാക്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. പോളിയോ ഹാംലെസ് വൈറസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫ്ലോറൽ റിവാർഡ് ടു ദ ആനിമൽ പോളിനേറ്റേഴ്സ്? ആനിമൽ പോളിനേറ്റേഴ്സിനുള്ള ഇമ്പോർട്ടൻറ്റ് ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് നെക്ടറും പോളൻ ഗ്രെയിനുമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ആൻ അബ്നോർമൽ ഹ്യൂമൻ ബേബി വിത്ത് XXX chromosome was born due to. ഇതിന് കാരണം ഫോർമേഷൻ ഓഫ് അബ്നോർമൽ ഓവ ഇൻ ദ മദർ, അതായത് മദറിൻ്റെ ഓവത്തിൽ 2X ക്രോമസോം ഉണ്ടാവുക, അതൊരു കാരണമാവാം. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് അബ്നോർമൽ സ്പേം ഇൻ ദ ഫാദർ, അതായത് അനാഫേസ് 2 സ്റ്റേജിൽ X ക്രോമസോം വന്നിട്ട് രണ്ടായിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ് 2 സെല്ലിലേക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഒരു സെല്ലിൽ തന്നെ 2X ക്രോമസോം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്പേം 2X ക്രോമസോം ഉള്ളതാണെങ്കിൽ അത് നോർമൽ ഓവം എക്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XXX കണ്ടീഷൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ അവർ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ 1ഉം 4ഉം കറക്റ്റ് ആണ് കേട്ടോ.
Next question, transpiration and root pressure cause water to rise in plants by pulling and pushing it respectively. അതായത് ട്രാൻസ്പിരേഷൻ പുള്ളിംഗ് ഫോഴ്സ് കൊണ്ടും റൂട്ട് പ്രഷർ പുഷിംഗ് ഫോഴ്സ് കൊണ്ടുമാണ് വെള്ളത്തിന് മേലേക്ക് പ്ലാന്റ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പോൾ നമ്മൾ 2 തെറ്റ് പറഞ്ഞു. അതിന് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവർ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അത് കുറച്ച് വർഷങ്ങളായല്ലോ, എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട്, അതനുസരിച്ച് പഠിച്ചോളാം കേട്ടോ.